പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലപ്പോഴായിട്ട് പല വീഡിയോസിൽ നമ്മൾ മൾട്ടിമീഡിയ ഫിൽട്രേഷൻ പല വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പലരും മൾട്ടിമീഡിയ ഫിൽട്രേഷൻ സിസ്റ്റം വയ്ക്കുന്നുണ്ട്. അതായത് സാധാരണ എല്ലാവരും പറയുന്ന വാട്ടർ ഫിൽട്ടർ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ആഴ്ചയിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ബാക്ക് വാഷ്, റിൻസ് എന്നൊക്കെ പറയുന്ന നോർമൽ ഓപ്പറേഷൻ എല്ലാ ആഴ്ചയിലും എല്ലാവരും അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വീട്ടിൽ വയ്ക്കുന്ന ഈ ഫിൽട്രേഷൻ സിസ്റ്റം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് സംഭവം. കാര്യം വളരെ സിമ്പിളാണ്. ആഴ്ചയിൽ ഒരു 10 മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ സിസ്റ്റം 10 അതിൽ കൂടുതൽ വർഷം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രോസസ്സ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇത് മൾട്ടിമീഡിയ ഫിൽട്രേഷൻ്റെ വെസൽ, ഇത് ഹെഡ്. ഇത് ഹെഡാണ്. ഹെഡിന് പറയുന്ന പേരാണ് മൾട്ടിപോർട്ട് വാൽവ് എന്ന് പറയും. ഈ മൾട്ടിപോർട്ട് വാൽവാണ് ഇതിൻ്റെ ഫുൾ ഓപ്പറേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ മൾട്ടിപോർട്ട് വാൽവിന് നമ്മൾ ആഴ്ചയിൽ ചെയ്യേണ്ട ഒരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഫിൽറ്റർ ബാക്ക് വാഷ് ചെയ്യണം, റിൻസ് ചെയ്യണം, ഈ പറഞ്ഞ പ്രോസസ്സ് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, നമ്മൾ ഫിൽറ്ററിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ മുകളിലായിട്ട് 3 പോയിന്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1 ഫിൽറ്റർ, അതായത് ഇത് എപ്പോഴും റണ്ണിങ് കണ്ടീഷനിലായിരിക്കും. 2 ഇവിടെ ബാക്ക് വാഷ്. ഇതാണ് നമ്മൾ ആഴ്ചയിൽ ചെയ്യേണ്ട പ്രോസസ്സ്. അതായത് റിവേഴ്സ് ഫ്ലോ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള മണ്ണ്, ചെളി, കാര്യങ്ങളെല്ലാം തന്നെ പുറത്തോട്ട് കളയാം. 3ാമത്തെ റിൻസ്. റിൻസ് എന്ന് പറയുമ്പോൾ ഫിൽറ്റർ ഓപ്പറേഷന് മുന്നേ ആയിട്ട് ഒന്ന് അത് ആ മീഡിയ ഫില്ല് ചെയ്തേക്കണൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് നല്ല ഒരു എന്താ പറയുക, ഫിൽറ്റർ വാട്ടർ റെഡിയായിട്ട് കിട്ടാൻ പാകത്തിന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതാണ് ഈ റിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡെമോ ആണ് കാണിക്കാൻ പോകുന്നത്, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനാണിത്. അതായത് നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈനാണ്. പല സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാം, പമ്പിംഗ് ലൈനിൽ ചെയ്യാം, പൈപ്പ് ലൈനിൽ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യാം, ഡിപ്പെൻസ് അപ്പോൾ ദ പ്രഷർ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ ഇൻകമിങ്, അതായത് ഫിൽറ്ററിലോട്ട് വരുന്ന ലൈനിലെ വാൽവ് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്ത ശേഷം, അതാണ് ഫസ്റ്റ് പ്രോസസ്സ്. എന്ത് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വാൽവ്, അതായത് ഈ മൾട്ടിപോർട്ട് വാൽവിൽ ഏതൊരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിലും നമുക്ക് ആദ്യം തന്നെ ഇൻകമിങ് ലൈൻ, അതായത് ലൈനിൽ പ്രഷറൊന്നും പാടില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. കാര്യം ഇതൊരു ഡയഫ്രമാണ്. അപ്പോൾ ഡയഫ്രത്തിന് കേടുവരാൻ സാധ്യത കൂടുതലാണ്. നമ്മളെപ്പോഴും സേഫർ സോണിൽ വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ. ഇത് ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് ഫിൽറ്റർ ഓപ്ഷനാണ് കിടക്കുന്നത്. ഇപ്പോൾ ഫിൽറ്റർ 1 എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഈ ഫിൽറ്ററിൽ നിന്ന് നമുക്ക് ഇത് നേരെ ബാക്ക് വാഷിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഭയങ്കര നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത ശേഷം ജസ്റ്റ് ഇവിടെ വന്നിട്ട് ലോക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ബാക്ക് വാഷ് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ലോക്ക് ചെയ്തേക്കണം. ലോക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ പറഞ്ഞ വാൽവ്, ഓഫ് ചെയ്തേക്കണ വാൽവ് ഓൺ ചെയ്യാം. ഒരു നിമിഷം. ഓൺ ചെയ്യുന്നതിനെക്കാട്ട് മുന്നേ ഇതാണ് ഒരു ഫ്ലെക്സിബിൾ ഹോസാണ് ഇതിൻ്റെ ഡ്രെയിൻ പോയിന്റായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അത് കണക്ട് ചെയ്യാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഫ്ലെക്സിബിൾ ഹോസാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും അത് വേറെ ഏതെങ്കിലും പൈപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഗാർഡനിങ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെള്ളം അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ വാൽവ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം വരുന്നത് കാണാം. ഇതാണ് ബാക്ക് വാഷ്. അതായത് ഇതിൻ്റെ അകത്തുള്ള ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ എന്തൊക്കെയാണ് ഇതിൽ ട്രാപ്പ് ചെയ്തേക്കണം എല്ലാം തന്നെ പുറത്തോട്ട് വരും. അപ്പോൾ ഈ ബാക്ക് വാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിളി നമ്മളൊരു കയ്യിലൊരു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ചില്ല് ഗ്ലാസ് തന്നെ, നല്ല വിസിബിൾ, നല്ല ക്ലാരിറ്റി ഉള്ള ചില്ല് ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സാമ്പിൾ എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിലുള്ള കണ്ടന്റ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എപ്പോഴാണ് ഈ വെള്ളം ക്ലിയർ ആവുന്നുള്ളത് വിസിബിളി മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു നമ്മുടെ ഗ്ലാസ് എടുക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ പ്രോസസ്സ് നമുക്ക് കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ഇത് ഒരു 2, 3, 4 മിനിറ്റ് എടുക്കും. ഡിപ്പെൻസ്, അത് നമ്മുടെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. ഓക്കെ. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ വാൽവ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ വാൽവ് ക്ലോസ് ചെയ്തേക്കാണ്. നമ്മളിത് ഹോൾഡിംഗ് പൊസിഷൻ തന്നെ ഇവിടെ വയ്ക്കുക. വെച്ച ശേഷം വീണ്ടും ഇവിടെ നമ്മൾ റിൻസിലോട്ട് മാറ്റാണ്. ഇപ്പോൾ ബാക്ക് വാഷാണ്, നിങ്ങൾക്ക് കാണാം ഇവിടെ ബാക്ക് വാഷാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചിട്ട് നേരെ റിൻസിലോട്ട് ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ വാൽവ് പതുക്കെ ഓപ്പൺ ചെയ്യും. റിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് വാഷ്, അതായത് നോർമൽ ഫിൽറ്റർ ഓപ്പറേഷൻ തന്നെയാണ്. അതായത് ബാക്ക് വാഷ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ആ മീഡിയ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നേരെ ലെവൽ ചെയ്യാനും അതിലുള്ള എന്താ പറയുക, എന്തെങ്കിലും പാർട്ടിക്കിൾസ് അങ്ങനെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിൽറ്റർ ലൈനിലോട്ട്, അതായത് പൈപ്പിംഗ് നമ്മുടെ വീട്ടിലെ ലൈനിലോട്ട് കയറാനായിട്ട് മുന്നേ അതെല്ലാം ക്ലീൻ ചെയ്ത് എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിൻസ് ചെയ്യണത്.
ഈ റിൻസ് ഓപ്പറേഷൻ നമ്മൾ ഏകദേശം ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് നമുക്കത് വിസിബിളി നമുക്ക് നോക്കാനും പറ്റും. പിന്നെ ഫിസിക്കലി നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റും അത്ര ക്ലിയർ ആണല്ലോ. അതിനുശേഷം ഇതും ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കാം. പിന്നെ ഈ 2 പ്രോസസ്സാണ് നമ്മൾ ആഴ്ചയിൽ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഫിൽറ്റർ ഓപ്ഷൻ, അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇപ്പോൾ വീണ്ടും വാൽവ് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ ഈ വെള്ളം മൊത്തം നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാമ്പിൾ പോയിന്റ് വെച്ചിട്ടുണ്ട്. അതായത് ഇതിൽ കൂടെ നമുക്കൊരു നേരത്തെ പറഞ്ഞ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമുക്ക് വെള്ളം ട്രീറ്റ് ചെയ്ത് ശരിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. എന്തെങ്കിലും പാർട്ടിക്കിൾസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കരട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ആഴ്ചയിൽ മസ്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്ത്, അതായത് ഈ ചെളി പോലെയുള്ള എല്ലാ സാധനങ്ങളും അക്യുമുലേറ്റ് ചെയ്തിട്ട് ഫിൽറ്ററിൻ്റെ മീഡിയയുടെ പ്രോപ്പർട്ടീസും മോശമാവും. പിന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് വളരെ പെട്ടെന്ന് കുറയാനും ഇടയ്ക്കിടയ്ക്ക് ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ്, അതായത് എല്ലാ ആഴ്ചയിലും ഇത് കൃത്യസമയം, അല്ലെങ്കിൽ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് എക്സ്പേർട്ട് പറയണ പോലെ ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടത് ആ സമയങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതെപ്പോഴും ഈ വാൽവ് എപ്പോഴും ഒരു ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും ഇത് കറങ്ങേണ്ടത്. കാര്യം പറഞ്ഞാൽ ഇവിടെ 1, 2, 3 എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ്സ് ആൻറ്റി ക്ലോക്ക് വൈസിലും പിന്നെ ഈ ന്യൂമറിക്കലായിട്ട് ചെക്ക് ചെയ്യുക 1, 2, 3 ആ ഒരു പ്രോസസ്സിൽ വേണം ഈ മൾട്ടിപോർട്ട് വാൽവ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നല്ലൊരു വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള മാക്സിമം വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, നന്ദി, നമസ്കാരം.